ആദ്യം കാണുന്ന ആള് അദ്ദേഹത്തിന്റെ ആക്ടറുടെ പേര് ശ്രീഹരി എന്നാണ്. സത്യനന്ദിക്കാട് ലോഹിദാസ് സിനിമകളിൽ നമുക്ക് എല്ലാവർക്കും കണ്ടിട്ട് പരിചയമുണ്ട്. ഇദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ ഓർക്കുന്നില്ലേ? ഇദ്ദേഹത്തെ കണ്ടുപരിചയമില്ലേ? സിനിമകളിൽ കണ്ടിട്ടില്ലേ? വീണ്ടും ചില വീട്ടുകാര്യങ്ങളില് നമ്മുടെ ജയറാമേട്ടന്റെ വക്കീലായിട്ട്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ വിജയൻ പെരിങ്ങോട് TG രവി. അപ്പൊ ആദ്യം നമുക്ക് ശ്രീഹരി, ആക്ടർ ശ്രീഹരിയുടെ ശബ്ദം എന്ന് അനുകരിക്കുകയാണ്. വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന സിനിമയിലെ ഡയലോഗാണ്. നിങ്ങൾക്ക് ആ ശബ്ദം ഓർമ്മയുണ്ടെങ്കിൽ മനസ്സിലേക്ക് കൊണ്ടുവരും അദ്ദേഹത്തിന്റെ മുഖം. ഈ ശബ്ദമായിട്ട് സാമ്യം ഉണ്ടെങ്കിൽ നല്ല കൈഡി തന്ന് നല്ല പടക്കമൊട്ട കൈഡി തരുമോ? ഉറപ്പല്ലേ? അന്നാ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ റോയുടെ വക്കീലാണ്. എന്റെ പൊന്ന് കൊച്ചുതോമ എല്ലാം നശിപ്പിച്ചില്ലേ? ബാങ്കിൽ നിന്ന് കാശ് വലിച്ച് വീട് പണി തുടങ്ങിയപ്പോഴും ബാറിന് പാർട്ണർഷിപ്പ് തുടങ്ങിയപ്പോഴും ഞാൻ കാലിൽ പിടിച്ച് പറഞ്ഞതാ ചെയ്യരുത്, വെട്ടിലാവുന്ന. അപ്പൊ എല്ലാം വെട്ടിപ്പിടിക്കണം. എല്ലാം വെട്ടിപ്പിടിച്ചില്ലേ? ഞാൻ റോയുടെ വക്കീല. എന്ത് കേസുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. എല്ലാവർക്കും എന്നെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്നാ നല്ലൊരു ഐഡിയ എന്നുള്ളൂ. ഇങ്ങനെയല്ല അദ്ദേഹത്തിന്റെ ശബ്ദം. മാത്രമല്ല രണ്ടാമത് നിൽക്കുന്ന വിജയൻ പെരിങ്ങോട് മിക്ക സിനിമയിൽ ചായക്കടക്കാരനാണ്, നമ്പൂതിരിയായിട്ടൊക്കെ അവതരിപ്പിക്കുക. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ശബ്ദം. എന്റെ രാമനായ അച്ഛനെ കേമനായ അതൊക്കെ ബാക്കിലല്ലോ, മറ്റെല്ലാം ശ്രദ്ധിക്കണം പറഞ്ഞ് നിൽക്കാതെ നിശ്ചയില്ല. ഇല്ലെങ്കിൽ തന്നെ ബലരാമനെക്കാളും ഉയർന്നു കേട്ടെ. എന്താ ചൂതാട്ടോ എന്റെ വല്യമ്മാനെ വേലാതിനെ കൊണ്ടുള്ള താങ്ങാൻ വയ്യ. കടക്കൊരു ബോർഡ് വെക്കാൻ സമ്മതിച്ചില്ല. അതിന്റെ പേരിൽ കുഞ്ഞാപ്പൊക്കെ താങ്ങും. ഇതാണ് വിജയൻ പെരിങ്ങോടിന്റെ ശബ്ദം. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാം, തൃശ്ശൂരിന്റെ സ്വന്തം TG രവിയാണ്. TG രവിയുടെ ശബ്ദം അനുകരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ശബ്ദത്തിന്റെ തൊണ്ടയ്ക്കൊക്കെ നല്ല സ്ട്രെയിൻ കൊടുക്കുന്ന ഐറ്റമാണ്. അദ്ദേഹം അതായത് ഒന്ന് ശ്വാസം എടുത്താൽ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിന്റെ ശബ്ദം. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. TG രവിയുടെ ശബ്ദം. കാറ് വാങ്ങിക്കാനുള്ള ആൾ ഇനിയിലേക്കാവില്ല. ഇങ്ങനെ കുറെ ആളുകൾ വന്നല്ല. നമ്മളൊക്കെ ഒരു സമയം പറയാൻ നമ്മൾ കറക്റ്റ് സമയത്ത് എത്തുമ്പോ അവര് പറയും ഓഞ്ചവേ എന്തൂട്ട് ഓഞ്ചവേന്ന്. അവരുടെ കട്ടിലിന് എഴുന്നേറ്റ് പോലും ഉണ്ടാവില്ല. എന്നിട്ടും വെച്ച് കാച്ചും ഓഞ്ചവേ. കണ്ടില്ല എന്തൊരു ബുദ്ധിമുട്ടാണ് നോക്കിയേ. ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അനുകരിക്കാൻ? ഇഷ്ടപ്പെട്ടോ അദ്ദേഹത്തിന്റെ ശബ്ദം? ഇങ്ങനെ തന്നെയല്ലേ അദ്ദേഹത്തിന്റെ ശബ്ദം? ഓക്കെ, ഇനി നമുക്ക് നിങ്ങൾ എല്ലാവരും സോഷ്യൽ മീഡിയ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവരാണ്. സോഷ്യൽ മീഡിയയിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള മോട്ടിവേഷൻ തരുന്ന 3 വ്യക്തികളുടെ ഫോട്ടോയാണ് ഇനി പുറകെ ഇടാൻ പോകുന്നത്. മോട്ടിവേഷൻ എന്നൊരു ഫോട്ടോ പുറകിലിടാമോ? ഈ 3 പേരിൽ 2 പേരെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ആദ്യത്തെ കാണുന്ന ആളെ ചേട്ടന്മാർക്ക് പൊതുവെ അറിയാൻ സാധ്യതയില്ല, അതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ അനുകരിക്കുന്നില്ല. രണ്ടാമത് കാണുന്ന ആൾ ഈ മൊട്ടത്തലൻ ചേട്ടന് എന്ത് വിഷമമുണ്ടെങ്കിലും നമുക്ക് ഭയങ്കര സ്നേഹത്തോടെ സന്തോഷത്തോടെ മോട്ടിവേഷൻ തരുന്ന ആളാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഭയങ്കര വിഷമമായിട്ട് ഇരിക്കുമ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോൾ നിങ്ങൾ ആദ്യം കാണുന്ന ഇദ്ദേഹത്തിന്റെ വീഡിയോ ആയിരിക്കും. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയായിരിക്കും: നിങ്ങളുടെ ഭാഗത്ത് എന്തൊക്കെ ന്യായങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ കഥ എത്ര സത്യസന്ധമാണെങ്കിലും പലപ്പോഴും അതിനൊന്നും വലിയ പ്രസക്തിയില്ല. നിൽക്കാനാണ് ആഗ്രഹമെങ്കിൽ അവർക്ക് 100 കാരണങ്ങളുണ്ട്. പോകാനാണ് ഉദ്ദേശമെങ്കിൽ അവർക്ക് 1000 കാരണങ്ങൾ കണ്ടെത്താൻ കഴിയും. സ്വാർത്ഥതയ്ക്ക്, ചതയ്ക്ക്, കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിന് പോലും അവർക്ക് അവരുടേതായിട്ടുള്ള ന്യായങ്ങളുള്ള ഒരു നാടാണത്. അതുകൊണ്ട് ജീവിക്കാൻ അനുവദിക്കുക. നമസ്കാരം. ഇങ്ങനെയാണല്ലേ അദ്ദേഹം സംസാരിക്കുന്നത്. അടുത്ത ആളിനെ എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. ഇദ്ദേഹത്തിനോട് ചായ കുടിച്ചാൽ തന്നെ യെസ് എന്ന് പറഞ്ഞാൽ ഇത്രയും നീളം ഉണ്ടാവും അദ്ദേഹത്തിന്. ചേട്ടാ മുന്തുകാട് സാറിനോട് ചോദിക്കുകയാണ്, മുന്തുകാട് സാറ് ചായ കുടിച്ചോ? യെസ്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു സ്വപ്നം കണ്ടു. ഞാനൊരു ചിത്രശലഭമായി മാറി പാറി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. എന്തായാലും നിങ്ങൾ എല്ലാവരുടെയും സ്നേഹം എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നന്ദി നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നന്ദി നമസ്കാരം. താങ്ക് യു. ഇത് നമ്മുടെ മുതുകാട് സാറിന്റെ ശബ്ദം അല്ലേ? എല്ലാവരും എന്റെ ശബ്ദാനുകരണങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നില്ലേ? ഇഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങൾക്ക് ഏതെങ്കിലും ശബ്ദം കേൾക്കണമെന്ന് ഇപ്പൊ ഞാൻ ഫസ്റ്റ് സെക്ഷനിൽ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ 2-3 ചേട്ടന്മാരെ ചോദിച്ചു. ഒരു പരാതിയല്ല, ഉമ്മൻചാണ്ടി സാറെ അനുകരിക്കണമെന്ന് പറഞ്ഞു. ഉമ്മൻചാണ്ടി സാറിനെ ഞാൻ അങ്ങനെ സ്റ്റേജുകളെ പൊതുവെ അങ്ങനെ അനുകരിക്കാറില്ല. കാരണം അദ്ദേഹത്തിന്റെ ശബ്ദം എനിക്ക് അത്രത്തോളം നല്ല രീതിയിൽ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ അദ്ദേഹത്തിന്റെ ശബ്ദം അനുകരിക്കുമ്പോൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ നിങ്ങളൊക്കെ ചോദിച്ച സ്ഥിതിക്ക് ചെറുതായിട്ട് അദ്ദേഹത്തിന് ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. കേട്ടല്ലോ, ശ്രമമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ വലിയതായിട്ട് പ്രശ്നമൊന്നും പ്രതീക്ഷിക്കരുത്. എന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. കാരണം സെന്റ് മേരീസ് ചർച്ചിലുള്ള എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷിച്ചോട്ടെ. നമുക്ക് മുന്നാണ്ടി സാറിന്റെ ശബ്ദം ഒന്ന് കേൾക്കാം. എല്ലാവർക്കും എൻ്റെ നമസ്കാരമുണ്ട്. ഇന്ന് നമ്മുടെ സെന്റ് മേരീസ് ചർച്ചിന്റെ ഈ തിരുനാളിനോടനുബന്ധിച്ച് ഇവിടെ വന്നു നിൽക്കുമ്പോൾ നിങ്ങൾ എല്ലാവരെയും കാണുമ്പോൾ
ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. വളരെ ലൈറ്റായിട്ട് അവതരിപ്പിച്ചതാണ്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് എന്നോട് പറയാനുണ്ടോ? എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണെന്നറിയോ, നിങ്ങൾ ഈ പ്രത്യേകിച്ച് കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളെല്ലാവരും ഈ സ്പോട്ട് ടപ്പിംഗ് കണ്ടപ്പോൾ പല താരങ്ങളും മദ്യപിക്കുന്നതായിട്ടും